കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണുവിന് ഇത്രയേറെ മാധ്യമ ശ്രദ്ധ കിട്ടി തുടങ്ങിയത്. അഭിമുഖങ്ങളിലൂടെയായിരുന്നു തുടക്കം. പിന്നീട് അഭിനയത്തിലേക്ക് ഇറങ്ങിയതോടെ നടി എന്നുള്ള രീതിയിലും ശ്രദ്ധ ലഭിച്ചു, വൈറലായി. 2 വർഷം കൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും പരിചിതമായ, ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് രേണു. ഒന്ന് തീരും മുമ്പ് മറ്റെന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ രേണുവിനെ ചുറ്റിപ്പറ്റി വരിക തന്നെ ചെയ്യും. അടുത്തിടെയായി വിമർശനവും പരിഹാസവും സൈബർ ബുള്ളിങ്ങുമാണ് രേണുവിന് നേരെ ഏറെയും വന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നോടിയായി രേണു തന്നെ പല വിവാദങ്ങളും സൃഷ്ടിച്ചെടുക്കുന്നതാണ് എന്ന് അഭിപ്രായമുള്ളവരുമുണ്ട്. ഇപ്പോഴിതാ രേണുവിനെക്കുറിച്ച് മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നിഗൂഢതകൾ നിറഞ്ഞ ഭൂതകാലമുള്ളവരാണ് രേണുവും സുധിയുമെന്ന്, ബിഗ് ബോസിൽ പോയാൽ രേണുവിൻ്റെ ജീവിതം കൂടുതൽ വഷളാകുമെന്നും സായി കൃഷ്ണ പറയുകയാണ്. കൊല്ലം സുധിയുടെ സുഹൃത്ത് താജ് നൽകിയ ഇൻ്റർവ്യൂവിൽ കൊല്ലം സുധിയുടെ നമ്പറിലേക്ക് അദ്ദേഹം മരിച്ച ശേഷം പലരും പണം അയച്ചു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കാണിക്കുന്നുണ്ട്. ആ ഫണ്ട് ചെല്ലുന്നതെല്ലാം രേണുവിൻ്റെയും കുട്ടികളുടെയും കൈകളിലേക്കാണ്. താജ് മുമ്പ് സുധിയുടെ കുടുംബവുമായി ഇണങ്ങി നിന്ന വ്യക്തിയാണ്. സുധി മരിച്ച ശേഷം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നൽകിയ പണത്തിൻ്റെ ഓഡിറ്റ് ആ പണം നൽകിയവർ നടത്തിയാൽ മതി. ഇനി ഇട്ടുകൊടുത്തവർ അതേക്കുറിച്ച് അന്വേഷിച്ച് വന്നാൽ രേണു ഉത്തരം കൊടുക്കണം. എന്നെ ഒരു വ്യക്തി കുറച്ച് ദിവസം മുമ്പ് വിളിച്ചപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു. സുധി ജീവിച്ചിരുന്ന സമയത്ത് രേണുവും സുധിയും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രേണു ആ വ്യക്തിയെ വിളിച്ച് പണം ചോദിച്ചിട്ടുണ്ട് എന്ന്. ആ വ്യക്തി ഇട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. രേണു ബിഗ് ബോസിൽ പോയാൽ ലൈഫിൽ പ്രശ്നമാകും. ഇപ്പോഴേ രേണു പ്രശ്നത്തിലാണ്. ഇനി അത് വളരെ അധികം പ്രശ്നത്തിലേക്ക് പോകുക തന്നെ ചെയ്യും. കാരണം രേണുവിന് ഒരുപാട് ബാക്ക് സ്റ്റോറികളുണ്ട്. ഇപ്പോഴും സുധി എന്ന വ്യക്തിയുടെ കഴിഞ്ഞ കാലം മിസ്റ്ററി തന്നെയാണ്. കുറേ നിഗൂഢതകളുണ്ട്. രേണുവിൻ്റെ കാര്യവും സമാനമാണ്. കുറേ കാര്യങ്ങൾ ആരും പുറത്തു പറഞ്ഞിട്ടില്ല. സുധിയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നവർ വാ തുറന്നാൽ മരിച്ചുപോയ സുധിയെക്കുറിച്ച് ആളുകൾക്കുള്ള സെൻറ്റിമെൻസിൽ പോലെ പോകും. ജീവിച്ചിരുന്ന കാലത്ത് കള്ളും കുടിച്ച് ബാക്കി പരിപാടികളും ചെയ്ത് കിട്ടുന്ന കാശും ദൂർത്തടിച്ച് കളഞ്ഞിരുന്ന ഒരു ഫേസ് സുധിക്കുണ്ട്. പലരിൽ നിന്നും കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാത്ത സുധിയുടെ ഒരു മുഖമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആ ഘട്ടം ആളുകൾ മറക്കും. ഒരു സെൻറ്റിമെൻസോടെയാകും പിന്നെ ആ വ്യക്തിയെ കാണുക. അങ്ങനെ കിട്ടുന്ന സ്നേഹത്തിനും സഹതാപത്തിനും സോഷ്യൽ മീഡിയ വഴി അടുത്ത കാലത്ത് നൽകിയ അഭിമുഖങ്ങളിലൂടെയും മറ്റും രേണു വെട്ടുവെച്ചു. ഒരു ലൈൻ വരച്ച് ഓൺലൈൻ മീഡിയയോട് രേണു നോ പറയേണ്ട സമയമായി. സെൽഫ് PR-ന്റെ പീക്കിലേക്ക് രേണു പോയതോടെ പണി പാളിയെന്നും സായി കൃഷ്ണ പറയുകയാണ്. ബിഗ് ബോസിലേക്ക് രേണുവിന് സെലക്ഷൻ കിട്ടിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഷോർട്ട് ഫിലിമുകൾ, മോഡലിംഗ്, സിനിമ, മ്യൂസിക് വീഡിയോ എന്നിവയാണിപ്പോൾ രേണുവിൻ്റെ വരുമാന മാർഗം. സുധിയുടെ 3ാം ഭാര്യയാണ് രേണു. രേണുവിന് മുമ്പ് സുധി വീണ എന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നു എന്നുള്ള റിപ്പോർട്ട് അടുത്തിടെയാണ് പുറത്തു വന്നത്.